ഇന്നത്തെ കഥ നമുക്കൊരു കപ്പയും മീനും കഴിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട കഥ തന്നെയാണ് പറയുന്നത് കേട്ടോ. നാട്ടിൽ പോയ ഫസ്റ്റ് ഡേ ചെന്ന ആ ദിവസം എനിക്ക് പെട്ടെന്ന് കപ്പയും മീനും കഴിക്കാൻ കൊതിയായിട്ട് ഞാൻ നേരെ പറമ്പിലോട്ട് ഇറങ്ങി കപ്പ തന്നെ വെട്ടി എല്ലാം റെഡിയാക്കി. പറമ്പ് നിറച്ചും കപ്പയുണ്ട്. പിന്നെ കപ്പയ്ക്ക് ക്ഷാമമില്ല, എങ്ങോട്ടും പോകണ്ട. പിന്നെ മാത്രമല്ല കപ്പയെല്ലാം റെഡിയാക്കി കുറച്ച് കപ്പളങ്ങയും കൂടെ പറിച്ചു. പറമ്പ് നിറച്ചും കപ്പളം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ കപ്പയും പറിച്ചുകൊണ്ട് നേരെ പോകുന്നു പുനലൂരിൽ നിന്ന് കുട്ടനാട്ടിലോട്ടാണ് കേട്ടോ. എൻ്റെ വീട് കുട്ടനാടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ കുട്ടനാട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് വീടിന് ചുറ്റും നദിയും കണ്ടവും ഒക്കെയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള മീൻ താടിക്കാരൻ പറഞ്ഞു വേറലാക്കി ആ കള്ളി എന്ന് പറഞ്ഞ മീനില്ലേ, ഞങ്ങൾ എന്നെ കല്ലുമുട്ടി അല്ലെങ്കിൽ ചെമ്പല്ലി എന്നൊക്കെ പറയുന്നത്. മീൻ എന്താ തീറ്റിയിട്ട് പിടിക്കുന്നതെന്ന് അറിയോ? നല്ല കടത്തിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് ചെമ്മീനാണ് മീൻ തീറ്റിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അവസാനത്തെ അത്താഴം നല്ല ലാവിഷായിക്കോട്ടെ അല്ലേ, ചുമ്മാ അതൊന്നും അല്ല കേട്ടോ. ചെമ്മീൻ ഇട്ടാൽ നന്നായിട്ട് മീൻ കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ എന്നോട് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് എപ്പോഴും എൻ്റെ കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ 30 വയസ്സിന് ശേഷം ജർമ്മനിലേക്ക് വരാൻ ഒരു ഏജൻസിയും ഞാൻ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ കാര്യം പറയുന്നത്, ഒരു ഏജൻസിയും സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ല അവർക്ക് പറ്റില്ല, അവർ ചെയ്യില്ല എന്നൊക്കെ പറയുന്നു എന്നുള്ളത്. ഇതിപ്പോൾ എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ആദ്യം ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ എന്നെ ആദ്യം IT ഹോസ്പിറ്റലും കാണാൻ നോക്കി കേട്ടോ. പക്ഷേ അത് എത്ര ശ്രമിച്ചിട്ടും കിട്ടിയില്ല. പിന്നെയാണ് നഴ്സിംഗ് ഹോസ്പിറ്റലും കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വെച്ചാൽ അതിലേക്ക് തിരിഞ്ഞത്. പിന്നെ അത് കുറേ നാൾ ഞാൻ സെൽഫായിട്ട് അപ്ലൈ ചെയ്തു, പക്ഷേ അക്കോമഡേഷൻ ഒന്നും കിട്ടും. അങ്ങനെയാണ് പിന്നെ ഏജൻസി വഴി വന്നത്. ഞാൻ ഏജൻസി ഒന്നും പ്രൊമോട്ട് ചെയ്യാത്ത എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ അത് എൻ്റെ തലയിലാവും. എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വയമേ അപ്ലൈ ചെയ്യുക എന്ന് മാത്രമാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ പ്രോസസ്സിങ്ങിന് ചെയ്യേണ്ട കാര്യങ്ങളും. അല്ലെങ്കിൽ തന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി വീഡിയോസ് ഓരോ യൂട്യൂബേഴ്സ് ചെയ്യുന്നു. അങ്ങനെ സ്വയമേ അപ്ലൈ ചെയ്ത് വന്ന ഒരുപാട് പേരുണ്ട്. 33, 34, 37 വരെ അങ്ങനെ വന്ന ആളുകളുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു 100 സ്ഥലത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു 5 സ്ഥലത്ത് നിന്നെങ്കിലും നമുക്ക് റിപ്ലൈ കിട്ടും. നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ലൈഫിൽ. വീട്ടിൽ ജോലി ഇല്ലാതെ കുറേ നാൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഡിപ്രഷനിലോട്ടും. പിന്നെ നമ്മളെ കൊണ്ട് ഒരു യൂസ് ഇല്ലല്ലോ, ഇത്ര നാളും പഠിച്ചിട്ട് എന്താ ഒരു യൂസ്. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ജോലിക്ക് പോകാതെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം, പഠിച്ചവരും പഠിക്കാത്തവരും. മാത്രമല്ല ഇവരൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അയൽവക്കാരുടെ മോട്ടിവേഷനാണ്. അയൽവക്കാർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, അയ്യോ മോക്ക് ജോലി ആയില്ലേ, മോന് ജോലി ആയില്ല, ഇത്രയും പഠിച്ചെന്താ വീട്ടിൽ. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പാരൻസിനോട് നിന്ന് അവർ പറയും, അയൽവക്കാരെ എന്ന് പറയും, അയ്യോ നിങ്ങളുടെ മോന് ജോലി ആയില്ലേ, മോക്ക് ജോലി ആയില്ലേ, അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ കൂടെ പഠിച്ച അവനിവിടെ ആണല്ലോ, അവളിവിടെ ആണല്ലോ, അവൻ അത് വാങ്ങിച്ച് ഇത് വാങ്ങിച്ച്. പിന്നെ നമ്മുടെ അപ്പനമ്മയും വന്ന് നമ്മളോട് ചോദിക്കും, അയ്യോ മോളെ അവൻ്റെ മോൻ അവിടെ പോയി, അവൻ്റെ മോൻ കാറ് വാങ്ങിച്ചോ, അവൻ്റെ മോൻ വീട് വാങ്ങിച്ചോ, അവൻ്റെ മോന് കടയുണ്ടാക്കി, നമുക്കെന്താ ഇങ്ങനെ, നമുക്കെന്താ ജോലി കിട്ടാത്തേ, അങ്ങനെ ചോദിക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പ് അപ്പനും അമ്മയും കൂടി ഇന്ന് പദം പറയും, അയ്യോ അവൻ്റെ നമുക്ക് മാത്രം ഇങ്ങനെ അവരുടെ മക്കളെല്ലാം ആ നിലയിലെത്തി. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാവും. പിന്നെ എൻ്റെ കാര്യത്തിൽ ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് കുറവായിരുന്നു ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ 2 വർഷം എടുത്ത് വീട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് ഞാൻ ജർമ്മൻ പഠിച്ചത്. ഇനിയിപ്പോൾ ആരെയും കാണിക്കാനോ അല്ല പറയിക്കാനോ അല്ലെങ്കിലും നമ്മൾക്ക് തന്നെ സെൽഫായിട്ട് റെസ്പെക്റ്റിന് വേണ്ടി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി എന്തെങ്കിലും നേടുക.